ഈ ഒരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. നമ്മളുടെയൊക്കെ വീടുകളിലുള്ള ടെലിഫോണിക് ഷവർ, ഫോണിക് ഷവർ, ഹാൻഡ് ഷവർ എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഹോൾഡറാണിത്. നോർമലി ഇത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഹോൾഡർ ഉണ്ടായിരിക്കും. എന്നാൽ ചില സമയത്ത് നമ്മൾ തുരുമ്പിച്ചിട്ടോ ഒക്കെ ആയിട്ട് ഇതിൻ്റെ ഹോൾഡർ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളൊരു പ്ലംബറിനെയൊക്കെ വിളിച്ചിട്ടായിരിക്കും ഇത് വീണ്ടും ഫിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു നല്ല സൊല്യൂഷനാണ് ഈ ഒരു പ്രോഡക്റ്റ്. അങ്ങനെ മറ്റാരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഹോൾഡർ റെഡിയാക്കി എടുക്കാം. ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്കത് ഡ്രില്ല് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പുറകിൽ വരുന്ന ആ ഒരു കോട്ടിങ് ഊരി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണോ ഫിക്സ് ചെയ്യേണ്ടത് അവിടെയായിട്ടത് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ടൈലിലോ മാർബിളിലോ ഭിത്തിയിലോ ഒക്കെയാണ് നമുക്ക് ഒട്ടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് വെള്ളമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ഇത് ഒട്ടില്ല, അത് ഇളകി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമ്മൾ അവിടുത്തെ വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചു കൊടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ടാണ് എനിക്കിത് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ വരുന്ന ഈ ഒരു കോട്ടിംഗ് ഒന്ന് ഇളക്കി മാറ്റുന്നുണ്ട്. ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് നേരിട്ട് തന്നെ ഇത് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതിയാവും. ഇത് ഞാൻ ഏറെ നാൾ മുമ്പ് വാങ്ങിയിരുന്ന ഒരു പ്രോഡക്റ്റാണ്. 3 എണ്ണം വരുന്നൊരു കോംബോ പാക്കായിട്ടാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യമേ ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് 1 വർഷത്തിന് മേലെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് വെള്ളമൊക്കെ വീണതിൻ്റെ പേരിലാണ് അതിൻ്റെ പശ പോയിട്ട് അത് ഇളകി പോകാനായിട്ട് കാരണമായത്. എന്നാലും ആ ഒരു ടെലിഫോണിക് ഷവർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉള്ളത് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ്. മിക്ക വീടുകളിലും പ്രത്യേകിച്ച് കുട്ടികളൊക്കെയുള്ള വീടുകളാകുമ്പോൾ അവരിത് എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ടെലിഫോണിക് ഷവറിൻ്റെ ഹോൾഡർ പൊട്ടിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതെന്തായാലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയായിരിക്കും. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്